ഓക്കെ, ഇനി നമ്മുടെ സൈക്കോളജി 1-on-1 മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്താണ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്? ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം വരെ ഇന്ത്യയിൽ ട്രേഡേഴ്സിന്റെ സൈക്കോളജി ചേഞ്ച് ചെയ്യാനുള്ള ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള 1-on-1 പ്രോഗ്രാമുകൾ, 1-on-1 ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇല്ല. ഇത് തന്നെയാണ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആരാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് പ്രശ്നമുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്? എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക്, എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ഇതിന് കിട്ടുക? സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ട്രേഡിംഗിൽ വിജയിക്കാൻ വേണ്ടത് പ്രധാനമായിട്ടും 80% സൈക്കോളജി, 20% സ്ട്രാറ്റജി. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സൈക്കോളജി ആണ് നിങ്ങളെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു റൂൾ സെറ്റ് ചെയ്യും. ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് എന്നൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ പിന്നെ റൂൾ ബ്രേക്ക് ചെയ്യും. ചിലർക്ക് ഓവർ ട്രേഡ് ആണ്, റിവഞ്ച് ട്രേഡ് ചിലരുടെ പ്രശ്നമാണ്. ചില ആളുകൾക്ക് ടാർഗറ്റ് ഒക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ മുഴുവൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല, നേരത്തെ എക്സിറ്റ് ചെയ്യും. ചില ആളുകൾ സ്റ്റോപ്പ് ലോസേ വെക്കില്ല, ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കും, പിന്നെ അത് എഡിറ്റ് ചെയ്യും. അങ്ങനെയുള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ടാണ്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മളവിടെ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട്, അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് തോട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം. അപ്പൊ ആ നോളജിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ബിഹേവിയർ ആണ്. അപ്പൊ ബിഹേവിയർ മാറ്റണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ ന്യൂറൽ പാത്വേകളെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് ഉള്ള എക്സസൈസുകൾ, സൈക്കോളജിക്കൽ എക്സസൈസുകൾ തന്നുകൊണ്ട് ആ ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു. ആദ്യം പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ ആ സൈക്കോളജിയുടെ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിന്റെ ചില കളികൾ ഉണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് നമ്മൾ ഈ 1.5 വർഷം കൊണ്ട് 30ഓളം പേർക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഫേസ് കഴിയുമ്പോഴേക്കിന് തന്നെ ആ മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ഒരു 50-60% ആളുകളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് നമ്മൾ ഈ 30ഓളം ആളുകൾക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രോഗ്രാമിനുണ്ട്. മൊത്തം വലിയ പ്രോഗ്രാമിന് 3 ഫേസ് ഉണ്ട്, പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ഒരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെയാണ് അപ്രോച്ച് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഒരു ബിസിനസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സാപ്പ് എന്ന് പറയും, സർവേ ചെയ്ത്, അനാലിസിസ് ചെയ്ത്, ആ ബിസിനസ് പ്ലാൻ ചെയ്ത്, അതിനെ എക്സിക്യൂട്ട് ചെയ്ത്, അതിനെ ഇവാലുവേറ്റ് ചെയ്ത്, അത് കറക്റ്റ് ചെയ്ത്, അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ പോകുന്ന അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആ സർവേ, അനാലിസിസ്, പ്ലാനിങ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ട്രേഡിങ്ങിനെയും ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രേഡിങ്ങിലെ ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്യും. അപ്പൊ പലർക്കും ഇതിലൊരു പ്രോസസ്സും സിസ്റ്റവും ഒന്നും ഇല്ലാത്തത് കൊണ്ടും കൂടിയാണ് ആളുകൾ പരാജയപ്പെടുന്നത്. അപ്പൊ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ 2ാമത്തെ ഘട്ടം വരുമ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കോളജിക്കൽ എലമെന്റുകളിലേക്ക്, സൈക്കോളജിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്, സൈക്കോളജിക്കൽ എക്സസൈസിലേക്ക് കിടക്കുന്നത്, നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്നത്, ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നത്, അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ചില മൊഡ്യൂളുകൾ ചിലർക്ക് ആഡ് ചെയ്തും ഒഴിവാക്കിയും ഒക്കെയാണ് ഇത് മുന്നോട്ട് പോവുക. അപ്പൊ അത് സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ വരുന്നത് വലിയ പ്രോഗ്രാമിലാണ്, 2 മന്ത് പ്രോഗ്രാമിലാണ്. നമുക്ക് 2 മന്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, 1 മന്തിന്റെ പ്രോഗ്രാം ഉണ്ട്, 3 വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുക. ഏറ്റവും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ബെസ്റ്റ് പ്രോഗ്രാം 2 മന്ത് പ്രോഗ്രാമാണ്. അതാണ് കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൽ വളരെയധികം സമയം കിട്ടും. നിങ്ങൾ ട്രേഡ് എടുക്കുകയും ആ ട്രേഡിനെ പിന്നീട് നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി ആദ്യം സെറ്റ് ചെയ്യും. പിന്നീട് നിങ്ങൾ ട്രേഡ് എടുത്ത് ഓരോ ദിവസവും ആ ട്രേഡ് ഡിസ്കസ് ചെയ്യും, അവിടെ വന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും. ആ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ സൈക്കോളജിക്കൽ എലമെന്റുകൾ വർക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യും. എക്സസൈസുകൾ തന്നത് അതിൽ എന്തെങ്കിലും വേണ്ടത്ര റിസൾട്ട് ഇല്ലെങ്കിൽ എക്സസൈസുകൾ മാറ്റി, അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാമാണിത്. നിങ്ങൾ എന്ത് പ്രശ്നമായിട്ടാണോ വന്നത് ആ പ്രശ്നം നമ്മുടെ പ്രോഗ്രാം തീരുമ്പോഴേക്കും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ നമ്മൾ മാറ്റിയെടുത്തിരിക്കും. നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ മാറ്റിയെടുക്കുന്നതിലൂടെ, നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഏതൊരാളെയും പ്രോഫിറ്റിലാകാൻ സഹായിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ കറക്റ്റ് ആവുന്നതിലൂടെ നിങ്ങൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സൈക്കോളജി, നിങ്ങളുടെ സ്ട്രാറ്റജി പലർക്കും വളരെ കംഫർട്ടാണ്, അറിയാമെന്നൊക്കെ തോന്നുന്നെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജിയിലും പല കാര്യങ്ങളും ഇനിയും നിങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തരും ആദ്യത്തെ ഫേസിൽ. ഇങ്ങനെയാണ് പ്രോഗ്രാമിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ അപ്പൊ ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരണം, എന്താണ് എൻ്റെ എലിജിബിലിറ്റി? വർഷങ്ങളായിട്ട് ട്രേഡിങ്ങിലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 5 വർഷമാകുന്നു. ഞാൻ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പേഴ്സണൽ കോച്ച് എന്നുള്ള രീതിയിൽ, കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന സൈക്കോളജിയുടെ ബേസിലാണ് പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട്. അപ്പൊ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു
ഇൻഡിവിജ്വൽ സ്കില്ലും അതേസമയം ഒരു ബിസിനസ്സുമാണ്. അപ്പോൾ ബിസിനസിന്റെ ആസ്പെക്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ബിസിനസിന്റെ ആസ്പെക്റ്റിലുള്ള എൻ്റെ എക്സ്പീരിയൻസ്, ഞാനൊരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയായിരുന്നു. ട്രേഡിംഗിലേക്ക് വരുന്നതിന് മുമ്പും ട്രേഡിംഗ് ചെയ്തിരുന്ന ആദ്യ കാലഘട്ടത്തിലും നമ്മൾ പാരലായിട്ട് കൺസൾട്ടൻസി ചെയ്തിരുന്നു. പേഴ്സണൽ കൗൺസിലിംഗും നമ്മൾ സജീവമായിട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ രണ്ട് എലമെന്റുകൾ ചേർന്നതായതുകൊണ്ട് ഈ രണ്ട് എലമെന്റിലും എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇതേ പ്രോഗ്രാം വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് 1-on-1 സൈക്കോളജി കൗൺസിലിംഗ് മെന്റർഷിപ്പ് അവൈലബിൾ ആണെങ്കിൽ പോലും വൈ യു ഹാവ് ടു ചൂസ് മീ എന്നുള്ളതിന്റെ ആൻസർ അതാണ്. ഈ രണ്ട് മേഖലയിലും പേഴ്സണൽ കൗൺസിലിംഗിലുള്ള എൻ്റെ പരിചയവും ബിസിനസ്സിലുള്ള എൻ്റെ പരിചയവും നിങ്ങളെ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തരുന്നതിനൊക്കെ. ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ലൈവ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രേഡുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണാം. പിന്നെ നമ്മുടെ ഡിസ്കോഡിൽ മെന്റർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണോ എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ 50% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്കോഡിൽ ആ ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട്. അത് മേജർലി പൊസിഷൻ ആൻഡ് സ്വിംഗ് ട്രേഡുകളാണ്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ എന്നെ പറ്റിയിട്ടും പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട്. ഈ ഫീഡ്ബാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു 1 ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇത് കൊള്ളാം അടിപൊളി എന്ന് ആളുകൾ പറയും. ഇത് അങ്ങനെയല്ല. നമ്മളെ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ 1.5 മാസം 2 മാസമൊക്കെ അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ പ്രോഗ്രാമിൽ. അപ്പൊ ട്രേഡ് ചെയ്ത് ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴാണ് ഫീഡ്ബാക്ക് എടുക്കുക. അപ്പൊ 2 മാസമൊക്കെ നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത് അവർ എന്ത് ബിഹേവിയർ ആയിട്ട് വന്നു പോകുമ്പോൾ ആ ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കുകൾ കണ്ടാൽ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം നീണ്ടു പോയെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഗ്രാമിലേക്ക് താഴെ ഞാൻ അതിന്റെ ടെലഗ്രാം ID കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയച്ചുകൊണ്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറും നമ്മൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മിനിമം ഒരു 2-2.5 ലക്ഷം ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ വെറുതെ 20,000-25,000 രൂപ ക്യാപിറ്റൽ വെച്ചതുകൊണ്ട് നമ്മുടെ സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ ഹാർഡാണ് അത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ.